ഹായ് ഹലോ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൊച്ചി തന്നെയാണ്. കുറച്ച് ദിവസമായി അവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂടെ പഠിച്ച ചങ്കത്തികളും ചങ്കന്മാർക്കും ഇത് ഷെയർ ചെയ്ത് വെക്കുക. പിന്നെ എല്ലാവരിൽ ഫ്രീ ആണെങ്കിൽ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കുടുകുടാ ചിരിപ്പിച്ച മലയാള നടനും കൂടിയായ ജനാർദ്ദേട്ടന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. വീഡിയോയിലേക്ക് എല്ലാവർക്കും കിടക്കാം. നമ്മുടെ സ്വന്തം അനീഷ് ബ്രോ കൊച്ചിയിലാണ്. ഇദ്ദേഹത്തിന് ജനാർദ്ദേട്ടന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോ ജനാർദ്ദേട്ടൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അനീഷ് വിളിച്ചു. എടാ നീ ഇങ്ങോട്ട് വാ, നമ്മുടെ ജനാർദ്ദേട്ടൻ വീട്ടിലുണ്ട്, അദ്ദേഹത്തെ കാണാൻ പറ്റും എന്ന് വിചാരിച്ച് ഞാനും അനീഷും കൂടി ക്യാമറ കൊണ്ട് നീങ്ങി. കൊച്ചി തന്നെ കറക്കം തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. ആകെ തിരിഞ്ഞ് തിരിഞ്ഞ് ടൈം പോയത് അറിഞ്ഞില്ല. അനീഷ് പറഞ്ഞു, ബ്രോ പെട്ടെന്ന് വാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, നമ്മള് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനാർദ്ദേട്ടൻ ഷൂട്ടിന് പോകും എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനാർദ്ദേട്ടനെ മിമിക്രി രംഗത്താണെങ്കിലും സിനിമാ രംഗത്താണെങ്കിലും അദ്ദേഹം പുലിയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾക്ക് മനസ്സിൽ ഓർക്കാൻ കഴിയും അല്ലെ പറയുമ്പോ തന്നെ. കാരണം അനീഷ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർഷങ്ങളോളമായി അദ്ദേഹത്തിന്റെ ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പൊ എന്നെ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ജനാർദ്ദേട്ടനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ജനാർദ്ദേട്ടൻ തിരക്കില്ല ആളല്ലേ, സിനിമാക്കാരനല്ലേ, ഇപ്പോ അങ്ങനെ സിനിമയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ കേട്ടെ. അത് പറഞ്ഞു. അപ്പോ പുള്ളി വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അനീഷും ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവാണ്. ഞങ്ങളുടെ വാഹനം ഓട്ടോറിക്ഷയാണ്. അതിലൊരു ഏട്ടൻ ചോദിക്കുകയാണ് ഡ്രൈവർ, ഒരേ എവിടെ പോണ്ടേന്ന്. അപ്പോ അനീഷ് പറഞ്ഞു, ഏട്ടാ നമ്മളെ ജനാർദ്ദേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കി തരുമോന്ന്. അങ്ങനെ നമ്മളിപ്പോ ജനാർദ്ദേട്ടന്റെ വീടിന്റെ മുമ്പിലെത്തി കൊടുക്കുകയാണ്. ജനാർദ്ദേട്ടൻ മലയാള സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാന് ജനാർദ്ദേട്ടന്റെ വോയിസ് കേൾക്കുമ്പോ ആ നീ പൊന്നപ്പല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ എന്ന് പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ശബ്ദമാണ് അതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ ഇത്. അപ്പോ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അനീഷ് ബ്രോ പറഞ്ഞു ഇച്ചിരി ദൂരം കൂടി നടന്നാ നമ്മുടെ ജനാർദ്ദേട്ടന്റെ വീട് കാണുകയാണ്. വീട് ടോപ്പാണ് കേട്ടോ. ചെറിയ വീടാണെങ്കിലും നടന് മികച്ച നടൻ തന്നെ. കാരണം അദ്ദേഹത്തിന്റെ കോമഡി സ്റ്റാർസ് ഒരുപാട് പരിപാടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ടി വിയിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അനീഷേട്ടനോട് പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് ജനാർദ്ദേട്ടന്റെ വീട് കാണിച്ചു തരണം. അങ്ങനെയാണ് ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത് അനീഷിനെ. അപ്പോൾ അനീഷ് പറഞ്ഞു കാണിച്ചു തരാലോ, അതിനെന്താ കുഴപ്പമൊന്നും. അപ്പൊ ഈ കാണുന്ന വീടാണ്. മലയാള സിനിമയിൽ അദ്ദേഹം ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെയാണെങ്കിലും ഒരുപാട്. ഈ കാണുന്ന വീട് അദ്ദേഹത്തിന്റെ വീടാണ്. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഒന്ന് അദ്ദേഹം ഉണ്ടോന്ന് അറിയാൻ പറഞ്ഞപ്പം ഉണ്ടോന്ന് പറഞ്ഞു. അനീഷേട്ടൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് അവിടെ ഷൂട്ടിന് പോയിട്ടില്ല, ഇന്ന് അവിടെ തന്നെ ഫുള്ള് കറക്കം അവിടെയാണ് ഉള്ളത്. അങ്ങനെ ഞാന് അനീഷ് ബ്രോനോട് പറഞ്ഞു, ബ്രോ പിന്നെ നമുക്ക് ജനാർദ്ദേട്ടനെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഒരു മുകേഷിന്റെ പടമുണ്ട്, ആശാന്റെ കാല് തല്ലി ഒടിച്ചു എന്ന് പറഞ്ഞിട്ട്, ആ സീനൊക്കെ അദ്ദേഹം നല്ല മൈൻഡിൽ എനിക്ക് നല്ല ഓർമ്മ കിട്ടും. അദ്ദേഹം ഒക്കെ പക്കാ പൊളിയാണ്. ഇത് അദ്ദേഹത്തിന്റെ വീടാട്ടോ.